പിന്നെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചേച്ചി ചേട്ടനും കൂടി കൊണ്ടുവന്നേക്കണുണ്ട് ഇങ്ങോട്ട്. മറ്റേ ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിന് രണ്ടുപേരുടെ ഫാമിലീസ് മാത്രമായിട്ടുള്ള കുട്ടി ഫംഗ്ഷനൊന്നുമില്ല. കേക്കൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് ഓർത്ത്, പക്ഷെ ഒന്നും നടന്നില്ല. ഞാനീ പറയണതെല്ലാം കേൾക്കണുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആവുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബോട്ടിൽ കയറിയത്. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഷാപ്പിലേക്കാണ് പോകണം. എന്നിട്ട് കള്ളു കുടിക്കാറില്ലല്ലോ, ഷാപ്പിലെ ഭക്ഷണവും കാര്യമൊക്കെ കഴിക്കാനായിട്ട്. അങ്ങോട്ടേക്കുള്ള യാത്ര ഭയങ്കര ശാന്തവും സുന്ദരമൊക്കെ ഇരുന്നിട്ടോ. തിരിച്ചുള്ളതാണ് ഭീകരം ഭയാനകമൊക്കെയെന്ന്. എന്തായാലും അവിടുത്തെ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള അന്തരീക്ഷവും കാലാവസ്ഥയും ക്ലൈമറ്റൊക്കെ എന്താ ഭയങ്കര ഒരു തണുത്ത ഒരു, നമ്മൾ ഈ എ സിയുടെ ഒക്കെ ഒരു ആവറേജ് ടെമ്പറേച്ചറൊക്കെ ഇട്ട് വിൽക്കില്ലേ, അങ്ങനത്തെ ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷെ തണുപ്പ് ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ഈ ഹൗസ് ബോട്ടിങ്ങിന് ചെറിയ രീതിയിൽ പോകണമെങ്കിൽ പോലും വല്ല സ്വെറ്ററോ പുതപ്പോ ഒക്കെ കരുതിയാൽ നല്ലതായിരിക്കും കേട്ടോ. കാര്യം എനിക്കും അമ്മയ്ക്കൊക്കെ ടൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തണുപ്പ് നമുക്ക് ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എത്ര വെയിലാണെങ്കിലും നമുക്കതിൽ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കാൻ പറ്റും, അത്രയും ചൂട് സഹിക്കാൻ പറ്റും. പക്ഷെ തണുപ്പൊട്ടും പറ്റില്ല. അപ്പോൾ കയറിയപ്പോൾ തുടങ്ങി നമ്മൾ തണുത്തിട്ടൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ അതങ്ങോട്ട് കൂടി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. മഴയും കാറ്റും എല്ലാം കൂടി. ഈ യാത്രയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഫാമിലീസും ഭയങ്കര സമാധാനത്തോടെ ഇരുന്ന് ഒട്ടും തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നാട്ടുവിശേഷങ്ങളും കൊച്ചു വർത്തമാനങ്ങളും ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് കാമാൻ കൊയ്റ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. കുറേ നേരം അമ്മച്ചകൾ എൻജോയ് ചെയ്തിട്ടോ. പിന്നെ ആൾ പോയി കിടന്നുറങ്ങി. ഒരാൾക്ക് ഈ യാത്രയും പറഞ്ഞില്ല. യാത്രകൾ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. ഈ വൊമിറ്റിങ്ങും തലവേദന അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആലപ്പുഴയിൽ നമ്മൾ കുറച്ച് പേരൊക്കെ വാങ്ങിയായിരുന്നു. അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വന്ന വഴിക്ക് കുറച്ചും കൂടി വാങ്ങണമെന്ന് ഓർത്താ വിട്ടുപോയത്. ഭയങ്കര മധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള പേരൊക്കെ. എൻ്റെ നേരെ നമ്മൾ ഇനി ആ ഫുഡിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. കാര്യം ഇറങ്ങിയത് ഇത്തിരി ലേറ്റായി പോയി. അപ്പോൾ 12 മണിക്ക് എന്താണ് നമ്മളിതിൽ കയറിയത് തന്നെ. ഫ്രണ്ടിൽ ഏതോ ബോട്ട് കുടുങ്ങിയത് കൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കണമെന്ന് തോന്നണം, ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ചേച്ചി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചേട്ടൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു മുടി. എൻ്റെ നാനോ പ്ലാസ്റ്റിക് കളറിങ് കൊള്ളാം. അപ്പോൾ ഇവിടെ നിന്നാണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. പുറമേ ഉള്ള അന്തരീക്ഷം നോക്കി നമ്മൾ ഉള്ളിൽ ജഡ്ജ് ചെയ്തെന്ന് പറയുന്ന പോലെ ഈ കടയുടെ കാര്യം. ഇവിടുത്തെ ഫുഡ് അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. കട കണ്ടപ്പോൾ ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. മാത്രമല്ല ഞാൻ ഷാപ്പിൽ നിന്ന് ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. പൊതുവെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഷാപ്പിലെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഷാപ്പിൽ കയറണതൊക്കെ അങ്ങനെ ഇങ്ങനെ വേറെ കുറച്ച് ചിന്താഗതിയൊക്കെ ആയിരുന്നു. അതെല്ലാം എൻ്റെ മാറി കിട്ടി. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഇവിടുത്തെ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമീൻ, കൊഞ്ച്, ഞണ്ടൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് പറയണം അതവർ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് സെറ്റാക്കി തരും. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് ഭയങ്കര പൈസയൊക്കെ ആവും, ചേച്ചിയുടെയും ചേട്ടൻ്റെയും പോക്കറ്റ് കീറുമെന്ന് ഓർത്ത്. പക്ഷെ അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. കാര്യം അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ തന്നെ നമുക്കിതവർ റെഡിയാക്കി തന്നായിരുന്നു. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള യാത്ര ചേട്ടാ? ആൾക്ക് ക്യാമറയുടെ കുറച്ചേരം കഴിഞ്ഞിട്ട്. അതെ അതെ ശരിയാ. ആന്റിക്കും ബുദ്ധിമുട്ടാണല്ലേ വരാൻ. ചേട്ടൻ്റെ ഫാമിലിനെ അധികം ക്യാമറയ്ക്ക് മുമ്പിൽ കാണാത്തതിൻ്റെ റീസൺ ഇപ്പം മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്ന കാര്യം. അവർക്ക് ക്യാമറ അത്ര ഫേസ് ചെയ്യാൻ ഇതില്ല. പിന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ നോ പറയാണ്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞ കരിമീൻ അവർ നമുക്ക് ഫ്രൈ ചെയ്ത് തന്നു. പിന്നെ ഞണ്ടുണ്ടായിരുന്നു. എല്ലാം കൂട്ടി 3000 സംതിങ് ആണ് ബില്ല് വന്നത് കേട്ടോ. എന്നാലും അത്യാവശ്യം വയറിറച്ച് കഴിച്ചിട്ടാണ് അങ്ങനെ വന്നേച്ചത്. പിന്നെ ഇത് ജസ്റ്റ് മുമ്പത്തെ ബോട്ടിൽ ഞാൻ ഇതുപോലെ പോയപ്പോൾ ശരിക്കും ഇത് ഓടിച്ചായിരുന്നു. ഇത് ആക്ച്വലി ഓഫ് ചെയ്തിട്ടിട്ട് ചുമ്മാ ഈ ആക്ഷൻ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ മോളെ. താങ്ക് യു ചേട്ടനും ചേച്ചിക്കും. നല്ല അടിപൊളി ഫുഡായിരുന്നു.
ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് തിന്നണമെന്ന് പറച്ചിലുണ്ടായിരുന്നു. ഞാനധികം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആടാ തുടങ്ങി കാലാവസ്ഥ മാറി തുടങ്ങി. ഇപ്പം നല്ല കാറ്റപ്പം ചേച്ചി എൻജോയ് ഒക്കെ ചെയ്തിരിക്കണേണ്ട. ഓ അടിപൊളി നല്ല തണുപ്പും കാറ്റും എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കവിതയുടെ മട്ട് മാറിയത് സലിംകുമാർ പറഞ്ഞ പോലെ പിന്നെ അങ്ങോട്ട് ഒരു മഴ തുടങ്ങി. ഇതാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ബോട്ടാണല്ലോ നമ്മൾ എടുത്തു വെച്ചത്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മഴ അടിച്ചടിച്ച് കയറാൻ തുടങ്ങി. അപ്പോഴും ചെറിയ രീതിയിൽ അത് എൻജോയ് ചെയ്ത് തുടങ്ങിയെങ്കിലും ചിലവരുടെയൊക്കെ മട്ടും മാതിരികളും മാറി തുടങ്ങി. എസ്പെഷ്യലി എൻ്റെ അന്നത്തെ കാലാവസ്ഥ ആയിരുന്നെങ്കിലും ന്യൂസിലൊക്കെ ഒരുപാട് വാർണിങ്സ് തന്നിരുന്ന ദിവസം കൂടി ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് പോയതുകൊണ്ട് മാത്രം അന്ന് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മഴയുടെ താളമൊക്കെ അങ്ങോട്ട് മാറി. പിന്നെ കല്ല് പോലെ മഴ പെയ്യണ കൊടുങ്കാറ്റ് പോലെ കാറ്റൊക്കെ. ആ ബോട്ട് ഓടിക്കുന്ന ചേട്ടനാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ മാത്രമേ അന്ന് ഉണ്ടായുള്ളൂ. അപ്പോൾ ആൾ കുടയൊക്കെ കവർ ചെയ്ത് വെച്ച് കാറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ കഷ്ടപ്പെട്ടാണ് ആൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ഒരുമാതിരി ഓടിച്ചു പോകാൻ പറ്റുമെന്ന് ഓർത്ത്. പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ ആകെ അങ്ങോട്ട് മാറി തുടങ്ങിയെന്ന്. എങ്ങനെയുണ്ട് ബോട്ട് യാത്ര? അങ്ങനെ ആ കാറ്റത്ത് ഒരു വഴിയില്ലെന്ന് കണ്ടെന്ന. കാറ്റ് മാത്രമല്ല ഭയങ്കര മഴയും പിന്നെ തണുപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ അയ്യോ സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. എന്ന് വെച്ചാൽ ഞാനിതെങ്ങനെ തരണം ചെയ്ത് വീട്ടിലെത്തുന്ന ഒരായിപ്പോയി. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ല. അപ്പോൾ കുറച്ചധികം നേരം നമ്മൾ ബോട്ട് അവിടെ സൈഡിൽ ഇത് കുറയുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയൊക്കെ നോർമലായി, കുറച്ചും കൂടി ശാന്തത കഴിവന്നു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിലത് എങ്ങനെയെങ്കിലും ഒന്ന് കാറിൽ തിരിച്ച് കയറിയാൽ മതി എന്നായിരുന്നു. മീൻസ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ സംഭവം എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. അതിന് അൺപെയ്ഡ് ആർട്ടിസ്റ്റുകളായിരുന്നു കാറ്റും മഴയെന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഹൗസ് ബോട്ടിൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു യാത്ര, നല്ല മനസ്സിനും ഭയങ്കര സന്തോഷം കിട്ടും. മൊത്തത്തിൽ നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ചില്ലായിട്ടൊക്കെ വരാൻ പറ്റും. പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ സന്തോഷകരമായിട്ട് 2 ഫാമിലി ആയിട്ട് ബോട്ടിൽ അങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ആയുസ് ആരോഗ്യ സൗഖ്യം നൽകി ഒരുപാട് വർഷം അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരെ മാത്രമല്ല എല്ലാവരും. അതിനുശേഷം നമ്മൾ നേരെ പിന്നെ സരവണ ഭവനിലേക്കാണ് വന്നത്, ഇവിടെ എടപ്പള്ളി കേട്ടോ. അവിടെ നിന്ന് ഫുഡും കൂടി കഴിച്ച് അവിടുത്തെ നെയ് റോസ്റ്റ് അടിപൊളിയാണ്, നെയ് മസാല ദോശ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞ് ഞാനാണ് നിർബന്ധിച്ച് എല്ലാവരെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്. ചേച്ചിക്ക് വെജിറ്റേറിയനോട് അത്ര താല്പര്യമില്ലാണ്ട് ആൾക്ക് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് തികച്ചില്ല. പിന്നെ അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് തോന്നിയില്ല. കാരണം അമ്മച്ചിക്ക് ബൃന്ദാവനിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റേറിയൻ ഫുഡ്സ്. ബാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും കീ മസാല ദോശ പറഞ്ഞില്ല. അന്ന് അങ്കിളിനൊരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ, ചേട്ടൻ്റെ പപ്പയ്ക്ക്. അപ്പോൾ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് അങ്കിൾ കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് ആ ദിവസം അങ്ങോട്ട് പോയി. നെയ് റോസ്റ്റാ ടാറ്റ ബൈ ബൈ വെഡിങ് ഗേൾ ടാറ്റ. താങ്ക് യു ടാ, എന്റെ രീതി എനിക്ക് ഗിഫ്റ്റ് തന്നല്ലോ അമ്മേ.